എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാൽ കപ്പയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുണ്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിൽ വെച്ച് നമുക്കൊരു നല്ല വേകുന്ന മരിച്ചിനിയാണെങ്കിൽ ഒരു വിസിൽ, അല്ലെങ്കിൽ കലത്തിൽ വെച്ചാലും മതി. ഞാനിവിടെ കുക്കറിലാണ് വയ്ക്കുന്നത്. നമുക്കൊരു വിസിൽ കേൾപ്പിക്കാം. രണ്ടാമത്തെ വെള്ളത്തിലേ നമ്മൾ ഉപ്പിടുകയുള്ളൂ. പാൽക്കപ്പയ്ക്കുള്ള തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാൽ, ഇത് ഒന്നാം പാൽ. നമ്മൾ കുറച്ച് കപ്പ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് താളിച്ചെടുത്തിട്ട് അവസാനം ഇത് ഒഴിക്കുകയുള്ളൂ. ഇപ്പം കപ്പ വേകുന്ന നേരത്തിന് ഞാൻ താളിച്ച് വെച്ചതാണ്. കപ്പ ഇവിടെ ആദ്യത്തെ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടി. ഇനി ഇത് നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് അടുത്ത വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് രണ്ടാം പാലിൽ നമുക്ക് വേവിച്ചെടുക്കണം. 2 വെള്ളം തിളപ്പിച്ച് ഊറ്റിയതാണ്. ഇനി നമുക്ക് രണ്ടാം പാലിലൊന്ന് വേവിച്ചെടുക്കാം. വെന്തതാണ് എങ്കിലും ആ രണ്ടാം പാലിൽ കിടന്ന് ഒന്ന് കുറുകട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇടില്ല. പാൽക്കപ്പയാണ്. ചെറുതായിട്ട് ചില കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണവും ഉടയ്ക്കേണ്ട, നമുക്കൊരു കൊഴുപ്പിന് വേണ്ടി. രണ്ടാം പാലിൽ ഇവിടെ കുറുകി വരെയാണ്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നാം പാലൊഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്നാം പാലൊഴിച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താളിച്ച വെച്ചേക്കുന്ന കോരി ഒഴിക്കുകയാണ്. പാൽക്കപ്പ ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മീൻകറിയിലൂടെ ഇറച്ചിക്കറിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചെയ്ത് നോക്കണം.